യെസ് ന്യൂസ് മോർണിംഗിൽ വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം ആലപ്പുഴയിലേക്കാണ്. അവിടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ നടത്തിയ പരിശോധനയിൽ വളരെ നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകൾ നടത്തിയതിന് എക്സൈസിന് തെളിവ് ലഭിച്ചു. പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകിയതിന്റെ ചാറ്റും കണ്ടെത്തി. കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷം തസ്ലീമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, ലഹരിക്കൊപ്പം പെൺവാണിഭവും നടത്തിയിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഈ പോലീസിന്റെ ഫോൺ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്, എക്സൈസിന്റെ ഫോൺ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത് ഷൈജു? ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് എക്സൈസിന് ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കുടുക്കി പിടിച്ചെടുത്തത്. അതനുസരിച്ച് ഈ 2 കോടിയിലധികം രൂപ വില വരുന്ന ലഹരി ആണ് ഈ സുൽത്താനിൽ നിന്നും പിടിച്ചെടുത്തത്. ഈ പിടിക്കുമ്പോൾ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, മണ്ഡൽ സ്വദേശി. ശേഷം ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയായിരുന്നു. പെൺവാളുമായി ബന്ധമുണ്ടെന്നും സിനിമ മേഖലയിൽ ഉന്നതരുമായി ബന്ധമുണ്ട് എന്നും നേരത്തെ എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. മാത്രമല്ല, മുൻപ് ഒരു പെൺവാൾ ഇടപാടിൽ പെട്ട ഒരാളാണ് എന്ന വിവരവും എക്സൈസ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിലേക്ക് എക്സൈസ് കടക്കുകയായിരുന്നു. അതനുസരിച്ച് നടത്തിയ ചില പരിശോധനകളും ആണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിൽ ഒരു പ്രമുഖ താരങ്ങളുമായി ഈ തസ്ലീമയ്ക്ക് ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അത് സ്ഥിരീകരിക്കുമ്പോൾ ഈ താരങ്ങൾക്ക് മായി ബന്ധപ്പെട്ടാണ് ഈ പെൺവാണിഭ ഇടപാടുകൾ നടത്തുന്നത് എന്നൊരു സ്ഥിരീകരണം ഈ ഡിവൈസുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി എന്നതാണ്. അതിലൊരു പ്രമുഖ താരത്തിന് ഒരു മോഡലിൽ ചിത്രം അയച്ചു നൽകി അതിൽ 25,000 രൂപ നൽകണമെന്നും ചാറ്റിൽ ഉള്ളതായി എക്സൈസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പെൺവാണിഭത്തിന് താരത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരെയായി തസ്ലീമ പ്രവർത്തിച്ചു എന്നും ലഹരിക്ക് പുറമെ പെൺകുട്ടിയെ എത്തിച്ചു നൽകുന്നതിനുള്ള തെളിവുകളും കൂടുതൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. ആ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മതി എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തസ്ലീമയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ലെന്നും കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മതി. ആ ചോദ്യം ചെയ്യലോടുകൂടി ഈ താരങ്ങളെയും നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുക എന്ന രീതിയിലേക്കും സിനിമാ മേഖലയിലേക്കും അതനുസരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ എക്സൈസ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി ഷൈജു പറയുന്നത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട വലിയ വിവരങ്ങൾ തന്നെയാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ലഹരി ഉണ്ടാകുമ്പോൾ അതിന് പിന്നാലെ നടക്കുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ പെൺവാണിഭം, പീഡനം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പം തന്നെ അതൊരു സിനിമാ മേഖലയിലേക്ക് കൂടി ഇത്തരം അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നു. അവിടെ പ്രമുഖ താരത്തിന് മോഡലിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊണ്ട് കൊടുത്തു ഇവരെ ആവശ്യമുണ്ടോ എന്ന രീതിയിലൊക്കെ മെസ്സേജ് അയച്ചതായൊക്കെ ഉള്ള പരിശോധനയിലൊക്കെ ഫോണിൽ അത്തരം സംഭാഷണങ്ങൾ, അതിൻ്റെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അന്വേഷണം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലേക്ക് കൂടെ വ്യാപിപ്പിക്കുന്നു. ഇത് പെൺവാണിഭത്തിന്റെ മാത്രമല്ല, ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ എക്സൈസ് നടത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഷൈജു നൽകിയത്.